സ്റ്റഡി സ്മാർട്ട് ഇംഗ്ലീഷിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. PSC 1 മാർക്കിൻ്റെ ചോദ്യം എപ്പോഴും ചോദിക്കാനുള്ള ഒരു ഏരിയയുമായിട്ടാണ് നമ്മളിന്ന് ഡിസ്കഷന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിന്ന് ഡീൽ ചെയ്യുന്ന ടോപ്പിക് മറ്റൊന്നുമല്ല, സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്. ഈ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഇതിൻ്റെ റൂൾസ് ആദ്യം തന്നെ നമ്മൾ നന്നായിട്ട് തറവായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് പല ക്വസ്റ്റ്യൻസും ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഈ റൂൾസൊക്കെ പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കാം. കൂടാതെ എക്സാമ്പിൾസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഈ റൂൾസ് എല്ലാം നന്നായിട്ട് തറവാകുന്നതായിരിക്കും. അപ്പോൾ നമ്മളുടെ ഒരു രീതി എന്ന് പറയുന്നത് നമ്മൾ റൂൾസ് ഡിസ്കസ് ചെയ്യുന്ന 2-3 പാർട്സ് ഉണ്ടാകും. അത് കഴിയുമ്പോഴത്തേക്കും എക്സാമ്പിൾസും റൂൾസും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ആകുന്നതാണ്. നിങ്ങളുടെ ഓരോ കൺഫ്യൂഷൻ ഉണ്ടാകുമല്ലോ, അങ്ങനെയുള്ള ഏരിയാസൊക്കെ ക്ലിയർ ചെയ്ത് നമ്മൾ പോകുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. കൂടാതെ ക്ലാസ്സുകൾ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെൽ ഐക്കൺ അമർത്താനും മറക്കണ്ട. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പോൾ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ്. ഈ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സബ്ജക്റ്റും വേർബും എഗ്രി ചെയ്യണം അല്ലേ. അവർ രണ്ടുപേരും വളരെ ഒരു ക്ലോസ് റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു എഗ്രിമെൻറ്റിൽ നിൽക്കുന്ന അങ്ങനത്തെ ഒരു അവസ്ഥയാണ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സബ്ജക്റ്റ് എന്താണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. വേർബ് ഐഡൻറ്റിഫൈ ചെയ്യാനും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കാരണം ഇത്രയും ഗ്രാമർ ടോപ്പിക്സ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിനകത്തൊന്നും നമുക്ക് ഡൗട്ട്സ് ഇല്ല. ഓക്കെ, അപ്പോൾ ഈ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റിൽ നമ്മൾ സിംഗുലർ പ്ലൂറൽ ആണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ. അപ്പോൾ ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഈ സിംഗുലർ പ്ലൂറൽ എന്ന സെക്ഷനിലാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സിംഗുലർ പ്ലൂറൽ എന്താണ് എന്നൊക്കെയുള്ള ഡൗട്ട്സ് എല്ലാവർക്കും ഉണ്ടാകും. അപ്പോൾ ഈ സിംഗുലർ പ്ലൂറൽ വേർബിൻ്റെ കേസ് വരുമ്പോൾ എങ്ങനെയാണ് സിംഗുലർ പ്ലൂറൽ ഫോം ചെയ്യുന്ന എന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് ടിപ്സ് ആൻഡ് ട്രിക്സിൽ. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾ ആ ലിങ്കിൽ പോയി ആ ക്ലാസ് കൂടി ഒന്ന് കണ്ടുവച്ചേക്കുക. കാരണം കുറേ കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റിൻ്റെ ഒരു കോർണർ സ്റ്റോൺ റൂൾ എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്നൊരു റൂളാണ് നമ്മൾ ഫസ്റ്റ് തന്നെ പറയാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും ഈ കൺസെപ്റ്റ് ഇതിൻ്റെ ബേസിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ബേസ് റൂൾ എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ആ ബേസ് കാര്യം ശരിക്കും എന്താണ് ഈ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻ്റ് എന്ന് മനസ്സിലാകണമെങ്കിൽ ഈ ബേസിക് റൂൾ നമുക്ക് മനസ്സിലായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റിനെ കൂടുതലായിട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ബേസ് റൂളിലോട്ട് വരുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കണ്ടിട്ട് ആ റൂളിലോട്ട് വരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ, ദി ഡോഗ് ചേസസ് ദി ക്യാറ്റ്. ഇവിടെ ഡോഗ് ആണ് സബ്ജക്റ്റ്. ഓക്കെ, ഡോഗ് സബ്ജക്റ്റ് ആണ്, ചേസസ് ആണ് വേർബ്. ഓക്കെ, ഈ ചേസസ് എന്ന വേർബ് സിംഗുലർ ആണ്. ഡോഗ് എന്താണ്? സബ്ജക്റ്റ് ആണ്, സബ്ജക്റ്റും സിംഗുലർ ആണ്, ഒരു ഡോഗ് ആണ് അല്ലേ. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റ് സിംഗുലർ വേർബ്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു വേറൊരു ഭാഗം കാണാം. ദി ഡോഗ്സ് ചേസ് ദി ക്യാറ്റ്. ഓക്കെ, ദി ഡോഗ്സ് ചേസ് ദി ക്യാറ്റ്. ഇവിടെ സബ്ജക്റ്റ് പ്ലൂറലായി. ഓക്കെ, ഇനി വേർബ് ഫോം നോക്കൂ. ചേസ്, ചേസ് ആണ് കൊടുത്തിരിക്കുന്നത്, പ്ലൂറൽ ആണ്. ഓക്കെ, വേർബ് ചേസ് എന്ന വേർബിന് പ്ലൂറൽ ഫോം ആണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, രണ്ട് സെൻറ്റൻസിലും സിംഗുലർ പ്ലൂറലിൻ്റെ സബ്ജക്റ്റിൽ സിംഗുലർ ആയിരുന്നു, സിംഗുലർ വേർബ് വന്നു. ഒരിടത്ത് സബ്ജക്റ്റ് പ്ലൂറൽ ആയിരുന്നു, പ്ലൂറൽ വേർബ് വന്നു. അപ്പോൾ ആ ഡിഫറൻസ് ആണ് നമ്മൾ ഈ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനമായിട്ട് പറയുന്നത്. അതായത് സിംഗുലർ സബ്ജക്റ്റ് ടേക്സ് എ സിംഗുലർ വേർബ് ആൻഡ് എ പ്ലൂറൽ സബ്ജക്റ്റ് ടേക്സ് എ പ്ലൂറൽ വേർബ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ബേസ് കാര്യം ഈ 2 എക്സാമ്പിളിൽ നിന്നും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ സിമിലർ ആയിട്ടുള്ള 2 എക്സാമ്പിൾസ് കൂടി നമുക്ക് നോക്കാം. The student works hard. Student എന്താണ്? സബ്ജക്റ്റ്. വേർബ് എന്താണ്? works. സ്റ്റുഡൻറ്റ് സിംഗുലർ സബ്ജക്റ്റ് ആണ്, വർക്ക്സ് എന്താണ്? സിംഗുലർ വെർബ് ആണ്. ഓക്കെ, അപ്പോൾ സിംഗുലർ സബ്ജക്റ്റ് ടേക്സ് എ സിംഗുലർ വെർബ്. ഓക്കെ, അതാണ് ഈ സെൻറ്റൻസിൽ നിന്ന് നമുക്ക് ക്ലിയർ ആയത്. ഇനി നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു പ്ലൂറൽ ഫോം നമുക്ക് നോക്കാം. ദി സ്റ്റുഡൻസ് വർക്ക് ഹാർഡ്. ദ സ്റ്റുഡൻസ് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആണ്, വെർബ് എന്താണ്? പ്ലൂറൽ വെർബ് ആണ്. ഓക്കെ, അപ്പോൾ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ പ്ലൂറൽ സബ്ജക്റ്റ് ടേക്സ് എ പ്ലൂറൽ വെർബ്. ഇനി നമുക്ക് മൂന്നാമത്തെ എക്സാമ്പിളിലോട്ട് വരാം. ഷീ പ്രാക്ടീസസ് ബാസ്കറ്റ്ബോൾ എവറി ഡേ.
ഷീ ആണ് സബ്ജക്റ്റ്, ഷീ സിംഗുലർ ആണ്, ഒരാൾ മാത്രമേ ഉള്ളൂ. പ്രാക്ടീസസ് സിംഗുലർ വേർബ് ആണ്. ഓക്കെ, ഇനി അടുത്ത എക്സാമ്പിളിലോട്ട് വരാം. അടുത്തൊരു സെക്ഷൻ നമുക്ക് നോക്കാം. ദേ പ്രാക്ടീസ് ബാസ്കറ്റ് ബോൾ എവറി ഡേ. ദേ എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ് അല്ലേ, പ്ലൂറൽ സബ്ജക്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വേർബ് എന്താണ്? പ്രാക്ടീസസ്, സോറി പ്രാക്ടീസ്. ഓക്കെ, അപ്പോൾ പ്രാക്ടീസ് എന്താണ്? പ്ലൂറൽ വേർബ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഡിഫറൻസ് നിങ്ങൾക്ക് ഈ എക്സാമ്പിളുകളിൽ നിന്നും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റിന്റെ കോർണർ സ്റ്റോൺ റൂൾ എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ സബ്ജക്ട് ടേക്സ് എ സിംഗുലർ വേർബ് ആൻഡ് എ പ്ലൂറൽ സബ്ജക്ട് ടേക്സ് എ പ്ലൂറൽ വേർബ്. ഓക്കെ, ഇതാണ് നമ്മൾ അടിസ്ഥാനമായി അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഓക്കെ, ഇനി അടുത്തൊരു റൂളിലോട്ട് നമുക്ക് വരാം. അതിനു മുമ്പ് ഒരു എക്സെപ്ഷണൽ കേസ് ഇവിടെ ഞാൻ പറഞ്ഞിട്ട് പോകാം. ഇവിടെ നമ്മൾ പറഞ്ഞു സിംഗുലർ സബ്ജക്ട് ടേക്സ് എ സിംഗുലർ വേർബ് ഒക്കെ പറഞ്ഞു. പക്ഷേ രണ്ട് കാര്യത്തിൽ ഇതിൽ നിന്നൊരു ഡിഫറൻസ് ഉണ്ട്. അതൊന്ന് അറിഞ്ഞിരുന്നേക്കുക. ഈ ഫസ്റ്റ് റൂളിനെ ബേസ് ചെയ്ത് തന്നെ ഈ ബേസ് റൂളിൽ നിന്ന് ഇത്തിരി വ്യത്യസ്തപ്പെട്ട് നിൽക്കുന്ന രണ്ട് കാര്യങ്ങൾ. ഐ യു, ഐ എന്ന സബ്ജക്റ്റ് വരുമ്പോൾ നമ്മൾ ഈ റൂൾ ഫോളോ ചെയ്യുന്നില്ല. ഓക്കെ, ഐ ലൈക്ക് ആണ് വരുന്നത്. ഓക്കെ, ഐ ലൈക്ക് ആപ്പിൾസ്, ഐ ലൈക്ക് ആപ്പിൾസ് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ ഐ ലൈക്ക് ആപ്പിൾസ്. ഓക്കെ, ഐ എന്താണ്? സിംഗുലർ ആണ്, പക്ഷെ ഞാൻ പ്ലൂറൽ വേർബ് ആണ് യൂസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഐയും യുവും സബ്ജക്റ്റ് ആയിട്ട് വരുമ്പോൾ ഈ റൂൾ ഫോളോ ചെയ്യുന്നില്ല. ഐ ലൈക്ക് ആപ്പിൾസ് ബട്ട് യു ലൈക്ക് ഗ്രേപ്സ്. ഓക്കെ, യുവിൻ്റെ കൂടെയും എന്ത് തന്നെ വന്നു? ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ റൂൾ ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഐയും യുവും ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. പക്ഷെ നമ്മുടെ ബേസ് റൂൾ എന്താണ്? സിംഗുലർ സബ്ജക്ട് സിംഗുലർ വേർബ്, പ്ലൂറൽ സബ്ജക്ട് പ്ലൂറൽ വേർബ്. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത റൂളിലോട്ട് പോകാം. അടുത്ത റൂൾ ബേസ് ചെയ്തിരിക്കുന്നത് ആൻഡ് റൂൾ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ രണ്ട് സബ്ജക്റ്റിനെ, ഒരു സെൻറ്റൻസിലുള്ള രണ്ട് സബ്ജക്റ്റിനെ ആൻഡ് വെച്ചാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ ആ സബ്ജക്റ്റ് എടുക്കുന്ന വേർബ് എന്തായിരിക്കും? പ്ലൂറൽ വേർബ് ആയിരിക്കും. ഓക്കെ, ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇനി നമുക്ക് എക്സാമ്പിൾസ് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു റൂൾ ക്ലിയർ ആകുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾസിലോട്ട് പോകാം. രാം ആൻഡ് ശ്യാം ആർ കമ്മിങ് ഹിയർ. രാം ആൻഡ് ശ്യാം രണ്ട് സബ്ജക്റ്റ് ഉണ്ട്, ജോയിൻഡ് ബൈ ആൻഡ്. അപ്പോൾ ആറാണ് വന്നിരിക്കുന്നത് അല്ലേ. ആർ എന്താണ്? ഒരു പ്ലൂറൽ വേർബ് ആണ്. ഓക്കെ, ആറിന്റെ സിംഗുലർ എന്തായിരിക്കും? ഈസ് ആയിരിക്കും. ഓക്കെ, ഇനി പാസ്റ്റ് ആണെങ്കിലോ ആറിന്റെ വേർ ആയിരിക്കും, ഈസിന്റെ ആണെങ്കിൽ വാസ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ രാം ആൻഡ് ശ്യാം ആർ കമ്മിങ് ഹിയർ. റോബിൻ ആൻഡ് ഹിസ് ഫ്രണ്ട്സ് വാണ്ട് ടു ഗോ ഓൺ എ ടൂർ. റോബിനും ഉണ്ട് ആൻഡ് ഹിസ് ഫ്രണ്ട്സും ഉണ്ട്. ഓക്കെ, ആൻഡ് വെച്ച് ജോയിൻ ചെയ്തിരിക്കുന്നു. വാണ്ട് ആണ് വന്നിരിക്കുന്നത്. അതെന്താണ്? ഒരു പ്ലൂറൽ വേർബ് ഫോം ആണ്. ഓക്കെ, ആപ്പിൾസ് ആൻഡ് മാംഗോസ് ആർ മൈ ഫേവറേറ്റ് ഫ്രൂട്ട്. ഇവിടെയും ആറാണ് വന്നിരിക്കുന്നത്. അതെന്താണ്? പ്ലൂറൽ വേർബ് ഫോം ആണ്. അപ്പോൾ ആൻഡ് വെച്ച് രണ്ട് സബ്ജക്ട്സിനെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്തായിരിക്കും യൂസ് ചെയ്യുക? പ്ലൂറൽ വേർബ് ഫോം ആയിരിക്കും യൂസ് ചെയ്യുക. ഓർത്ത് വെച്ചേക്കുക ഈ ആൻഡ് റൂൾ. ഓക്കെ, ഇനി അടുത്ത ഞാൻ പറയാൻ പോകുന്നത് ഈ ആൻഡ് റൂളുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെ സെപ്പറേറ്റ് റൂളായിട്ട് നമ്മൾ പഠിക്കാറുണ്ട്, പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇതിൻ്റെ ഡിഫറൻസ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം, അതായത് ഇതിൻ്റെ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റിൻ്റെ ആ ഒരു മിസ്റ്റേക്ക് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ആ റൂൾ എന്താണെന്ന് നോക്കാം. ഓക്കെ, if two subjects separated by and refer to the same person, thing or object, it takes a singular verb. Okay, അപ്പോൾ രണ്ട് സബ്ജക്റ്റിനെ ആൻഡ് വെച്ച് തന്നെ സെപ്പറേറ്റ് ചെയ്യുന്നു. പക്ഷേ ഈ രണ്ട് സബ്ജക്റ്റിൽ ഇറ്റ് റെഫേഴ്സ് ടു ദി സെയിം പേഴ്സൺ, ഇറ്റ് റെഫേഴ്സ് ടു ദി സെയിം ഓബ്ജെക്റ്റ്, ഇറ്റ് റെഫേഴ്സ് ടു ദി സെയിം തിങ്. അങ്ങനെയാണെങ്കിൽ വേർബ് എന്തായിരിക്കും? സിംഗുലർ വേർബ് ആയിരിക്കും. അപ്പോൾ നേരത്തെ രണ്ട് സബ്ജക്റ്റ് ആയിരുന്നു, രണ്ട് വ്യത്യസ്തമായ സബ്ജക്റ്റ് ആയിരുന്നു അല്ലേ നേരത്തെ നമ്മൾ ആൻഡ് റൂളിൽ കണ്ടത്. പക്ഷേ ഇവിടെ ഇറ്റ് റെഫേഴ്സ് ടു ദി സെയിം സബ്ജക്റ്റ്, അല്ലെങ്കിൽ ഇറ്റ് റെഫേഴ്സ് ടു ദി സെയിം ഓബ്ജെക്റ്റ്, സെയിം പേഴ്സൺ, സെയിം തിങ്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മൾ യൂസ് ചെയ്യുന്നത് സിംഗുലർ വേർബ് ഫോം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നതാണ്. ഓക്കെ, ബ്രെഡ് ആൻഡ് ബട്ടർ ഈസ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ബ്രെഡ് ആൻഡ് ബട്ടർ ഇവർ രണ്ടുപേരും ഒരു കോമ്പിനേഷൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, ഇവർ സെപ്പറേറ്റ് ചെയ്തല്ല, അവർ ഇറ്റ് റെഫേഴ്സ് ടു ദി സെയിം പേഴ്സൺ. അത് ബ്രേക്ക്ഫാസ്റ്റ് ആ ഒരു ഫുഡിനെ തന്നെ റെഫർ ചെയ്യുന്നതാണ് ബ്രെഡ് ആൻഡ് ബട്ടർ.
ഓക്കെ, അപ്പോൾ അത് കാരണം ഇനി നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സിംഗുലർ വേർബ്. ഇനി സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദി റേസ്. അതൊരു യൂസേജ് ആണ്, ഒരു പ്രോവേർബ് പോലെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്ലോ ആൻഡ് സ്റ്റഡി അത് കൂട്ടത്തിൽ തന്നെ ചേർത്ത് വായിക്കുന്നതാണ്, സെപ്പറേറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്നില്ല. ആ സെന്റൻസിന് അതിൻ്റെ സെൻസ് അങ്ങനെയാണ്. അത് കാരണം നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നു? സിംഗുലർ വേർബ് യൂസ് ചെയ്യുന്നു. അപ്പോൾ വിൻസ് ദ റേസ് എന്നാണല്ലോ വന്നത്. വിൻസ് എന്താണ്? സിംഗുലർ വേർബ് ഫോം ആണ്. ദി ഹോഴ്സ് ആൻഡ് ദി കാരേജ് ഈസ് റെഡി. ദി ഹോഴ്സ് ആൻഡ് ദി കാരേജ് അതിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഹോഴ്സ് ആൻഡ് ദി കാരേജ്, ഹോഴ്സ് കാർട്ട് ആണെങ്കിൽ ഹോഴ്സ് ആൻഡ് ദി കാരേജ് അങ്ങനെയാണ് അതിന് മീൻ ചെയ്തിരിക്കുന്നത്. ഈസ് റെഡി ഈസ് എന്താണ്? സിംഗുലർ വേർബ് ഫോം ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റൂൾ, ഈ ആൻഡ് ഒരു മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന ഒരു ഇതിൽ നമുക്കിതിനെ ഓർത്തിരിക്കാം. ബ്രെഡ് ആൻഡ് ബട്ടർ, ഹോഴ്സ് ആൻഡ് ദി കാരേജ്, സ്ലോ ആൻഡ് സ്റ്റഡി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങനെ ഒന്ന് ഓർത്തിരുന്ന് കഴിഞ്ഞാൽ ഈ ആൻഡിൻ്റെ മെയ്ഡ് ഫോർ ഈച്ച് അതർ റൂളും ആൻഡ് റൂളിൻ്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത റൂളിലോട്ട് പോകാം. ഓക്കെ, അടുത്ത റൂൾ ബേസ് ചെയ്തിരിക്കുന്നത് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഈ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെയാണ്? എല്ലാ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസിനെയും ബേസ് ചെയ്തിട്ടല്ല. കുറച്ച് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസിന് ഒരു രീതിയിൽ യൂസ് ചെയ്യുന്നു, കുറച്ച് ഇൻഡെഫിനിറ്റ് പ്രോനൗൺസിന് വേറൊരു സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് രീതികളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്ന റൂൾ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻഡെഫിനിറ്റ് പ്രോനൗണിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു റൂളാണ്. അപ്പോൾ ഈ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ഏതൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, എവ്രിബഡി, സംബഡി, നോബഡി, എനിബഡി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ ഈ ബഡി വരുന്ന ആ വാക്കുകൾ കൂടാതെ തിങ്, എവ്രിതിങ്, സംതിങ്, നത്തിങ്, എനിത്തിങ് എന്നൊക്കെ വരുമ്പോഴുള്ള വാക്കുകൾ കൂടാതെ വൺ, എവ്രി വൺ, എനി വൺ, സം വൺ, നോ വൺ. അപ്പോൾ ഇതെല്ലാം ഈ ഒരു കോമ്പിനേഷനിൽ നമുക്ക് കുറച്ച് വാക്കുകൾ ഓർത്തിരിക്കാൻ പറ്റും. ഇതൊക്കെ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആണ്. കൂടാതെ ലിറ്റിൽ, ലെസ്, മച്ച്. ഓക്കെ, പിന്നെ എവ്രി ഒറ്റക്കെടുക്കുന്നു, വൺ ഒറ്റക്കെടുക്കുമ്പോൾ ഈച്ച്. ഈ വാക്കുകളൊക്കെ എന്താണ്? ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആണ്. അപ്പോൾ ഈ വാക്കുകൾ കൂടാതെ നൈദർ ആൻഡ് ഐദർ കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ വാക്കുകളെല്ലാം ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഈ വാക്കുകളെല്ലാം സിംഗുലർ ആണ്. അപ്പോൾ സിംഗുലർ സബ്ജക്റ്റ് ടേക്സ് എ സിംഗുലർ വേർബ്. അപ്പോൾ ഈ വാക്കുകളുടെ കൂടെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? സിംഗുലർ വേർബ് ഉപയോഗിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. കാരണം എവ്രിബഡി, ആ ബഡി വെച്ച് വരുന്ന വാക്കുകൾ, തിങ് വെച്ച് വരുന്ന വാക്കുകൾ, സംതിങ്, നത്തിങ് അങ്ങനെ. കൂടാതെ വൺ, എവ്രി വൺ, സം വൺ, നോ വൺ അങ്ങനെ വരുന്ന വാക്കുകൾ. ഈ വാക്കുകൾ ഓർത്തിരിക്കാൻ. ലിറ്റിൽ, ലെസ്, മച്ച്. ഓക്കെ, നൈദർ ഐദർ ആ കോമ്പിനേഷൻ പെട്ടെന്ന് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ഈച്ച്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈച്ച് പ്ലൂറൽ സെൻസിൽ വളരെ മിസ്റ്റേക്സ് വരുത്തുന്ന ഒരു ഏരിയയാണ് ഈച്ച് കൊണ്ടുള്ള വാക്കുകൾ. ഓക്കെ, ഈച്ച് കൊണ്ടുള്ള സെന്റൻസുകൾ. അപ്പോൾ ഈ വാക്കുകൾ വരികയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തായിരിക്കും? സിംഗുലർ വേർബ് ഫോം ആയിരിക്കും. അപ്പോൾ നമുക്കിനി എക്സാമ്പിളിലോട്ട് വരാം. Everyone has done his or her homework. Everyone has, everyoneന്റെ കൂടെ has ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. has എന്താണ്? സിംഗുലർ വേർബ് ആണ്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. Somebody has left a purse. ഓക്കെ, somebody സിംഗുലർ ആണ്, സിംഗുലർ വേർബ് എടുത്തിരിക്കുന്നു, ഹാസ് തന്നെ. Everybody is here. Everybody സിംഗുലർ ആണ്, ഈസ് ആണ് വന്നിരിക്കുന്നത്. ഈസ് എന്താണ്? സിംഗുലർ വേർബ് ആണ്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ റൂൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ എവ്രിബഡി, സംബഡി, എവ്രിതിങ്, സംതിങ്, എവ്രി വൺ, നോ വൺ, സം വൺ ഇതിൻ്റെയൊക്കെ ഒരു പേര് ഇൻഡെഫിനിറ്റ് പ്രോനൗൺ എന്നാണ്. അത് ഓർത്തിരുന്നോളുക. ഓക്കെ, അല്ലെങ്കിൽ ഇനി ഇൻഡെഫിനിറ്റ് പ്രോനൗൺ എന്ന് പറയുമ്പോൾ വളരെ കൺഫ്യൂസ് ആവേണ്ട കാര്യമൊന്നുമില്ല. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഈ ഇൻഡെഫിനിറ്റ് പ്രോനൗണിൻ്റെ റൂൾ കഴിഞ്ഞ് നമുക്ക് ഇനി അടുത്ത റൂളിലോട്ട് വരാം. ഇതാണ് ഹിയർ ആൻഡ് ദെയർ റൂൾ. ഓക്കെ, അപ്പോൾ sometimes the subject follows the verb, especially when the sentence begins with there and here. Here and there പറയുമ്പോഴത്തേക്കും there വെച്ചാണ് സെന്റൻസ് തുടങ്ങുന്നതെങ്കിൽ subject follows the verb. Okay, subject follows the verb. Okay, ഇങ്ങനെയാണെങ്കിൽ
പക്ഷെ നമ്മൾ ഓർക്കും ഈ ഹിയർ ആണ് ആ സെന്റൻസിലെ സബ്ജക്റ്റ് എന്ന് നമ്മൾ വിചാരിക്കും, അല്ലെങ്കിൽ ദേർ ആണ് ആ സെന്റൻസിലെ സബ്ജക്റ്റ് എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അല്ലായിരിക്കും. സബ്ജക്റ്റ് സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. സബ്ജക്റ്റ് ആ സെന്റൻസിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്തെടുക്കേണ്ടി വരും. ഇൻ ദി മിഡിൽ അങ്ങനെയായിരിക്കും സബ്ജക്റ്റ് കിടക്കുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ട്രൂ സബ്ജക്റ്റിനെ ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, ദി ട്രൂ സബ്ജക്ട് ഷുഡ് ബി ഐഡന്റിഫൈഡ് ആൻഡ് മാച്ച്ഡ് വിത്ത് ദി കറക്റ്റ് verb form. First we should identify the true subject and match it with the correct verb form. Correct verb form ഏതാണോ അതതിന് ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ഹിയർ ആൻഡ് ദെയർ ആണ് അതിൻ്റെ സബ്ജക്റ്റ് എന്ന് നമ്മൾ വിചാരിക്കരുതും. അപ്പോൾ സബ്ജക്റ്റ് കണ്ടുപിടിച്ചാൽ മാത്രമല്ലേ നമുക്ക് വേർബ് ഏതാണെന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം സബ്ജക്റ്റും വേർബും തമ്മിലാണ് എഗ്രിമെന്റ്, അല്ലാതെ ഹിയറും ദെയറും തമ്മിലല്ല. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലാക്കി വെച്ചേക്കുക. ഹിയറും ദെയറും അല്ല ആ സെന്റൻസിലെ സബ്ജക്റ്റ്. അപ്പോൾ നമുക്ക് ആ സെന്റൻസ് എക്സാമ്പിൾസിലൂടെ അത് മനസ്സിലാക്കിയെടുക്കാം. There is no place like home. There is no place like home. ഓക്കെ, അപ്പോൾ ഇവിടെ there is no place like home. ഓക്കെ, എന്നാണ് സെന്റൻസിൽ കൊടുത്തിരിക്കുന്നത്. there അല്ല സബ്ജക്റ്റ്, ഇവിടെ പ്ലേസ്. ഓക്കെ, പ്ലേസ് ആണ് സബ്ജക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ആ പ്ലേസിനെ ബേസ് ചെയ്താണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, വേർബ് കൊടുക്കുന്നത്, വേർബ് ഫോം കൊടുക്കുന്നത്. അത് സിംഗുലർ ആണ്. ഓക്കെ, സിംഗുലർ വേർബ് ഫോം കൊടുത്തിരിക്കുന്നു. ഇനി there are many leaves on the ground. There are many leaves on the ground. ഓക്കെ, അപ്പോൾ many leaves ആണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ, many leaves. അപ്പോൾ leaves എന്താണ്, പ്ലൂറൽ ആണ്, leaves. ഓക്കെ, ലീവ്സ് പ്ലൂറൽ ആയതുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കുന്നു, പ്ലൂറൽ വേർബ് ഫോം കൊടുക്കുന്നു, ആർ. there are. ഇനി there is a cat in the room. There is a cat in the room. അപ്പോൾ there is a cat എന്ന് പറയുമ്പോൾ cat ആണ് സബ്ജക്റ്റ്. കാറ്റിനെ ബേസ് ചെയ്ത് വേണം എന്ത് കൊടുക്കാൻ, വേർബ് ഫോം കൊടുക്കാൻ. വേർബ് ഫോം എന്താണ്, ഈസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതൊരു സിംഗുലർ വേർബ് ഫോം ആണ്. ഓക്കെ, അപ്പോൾ ഈ there and here റൂളും എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത റൂളിലോട്ട് പോകാം. ഇനി ഞാൻ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസിൽ ഞാൻ കുറച്ച് പ്രോനൗൺസ് ഒക്കെ ഇപ്പോൾ പറഞ്ഞിരുന്നു. ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് പറഞ്ഞു. അതിൽ നിന്ന് ഇത്തിരി വ്യത്യസ്തമായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനെ ലാസ്റ്റിലോട്ട് വെച്ചത്. അല്ലെങ്കിൽ എല്ലാം കൂടി ഒരുമിച്ച് പറയുമ്പോൾ കൺഫ്യൂഷനായി പോകും. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ലാസ്റ്റ് റൂളായിട്ട് മാറ്റിവെച്ചത്. ഓക്കെ, അപ്പോൾ ഇൻഡെഫിനിറ്റ് റൂൾ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് വിച്ച് ആർ ഓൾവേസ് പ്ലൂറൽ. ഈ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസിൽ ഇപ്പോൾ നമ്മൾ സിംഗുലർ കണ്ടു കഴിഞ്ഞു. സിംഗുലർ ആയിട്ട് വരുന്നതെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞ റൂളിൽ. അപ്പോൾ ഇനി പ്ലൂറൽ ആയിട്ട് മാത്രം ഉപയോഗിക്കുന്ന ഒരു അഞ്ച് വാക്കുകളുണ്ട്, 5 വേർഡ്സ് ഉണ്ട്. ആ വേർഡ്സ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. എന്നാൽ നമുക്ക് സബ്ജക്റ്റ് വേർബ് എഗ്രിമെന്റിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആ വേർഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബോത്ത്, ഫ്യൂ, മെനി, others, several. ഓക്കെ, ഇത് കാണാതെ പഠിച്ചു വെച്ചേക്കുക. കാരണം ഈ വേർഡ്സിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എല്ലാവരെയും കൺഫ്യൂസ് ആക്കുന്ന ഒരു ഏരിയയാണ്. കാരണം നമ്മൾ ഈ എവ്രിബഡി ഇത് വെച്ച് നമ്മൾ സിംഗുലർ എന്ന് പഠിക്കും. ആ സിംഗുലറിൻ്റെ റൂള് തന്നെ ഇവിടെയും അപ്ലൈ ചെയ്യാനുള്ളൊരു ടെൻഡൻസി നമ്മളിലുണ്ടാകും. പക്ഷേ ഇതൊരിക്കലും സിംഗുലറായിട്ട് ഉപയോഗിക്കുന്ന ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് അല്ല. ഇത് പ്ലൂറൽ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസ് ആണ്. അത് മനസ്സിലാക്കി വെച്ചേക്കുക. 5 വാക്ക് ഓർത്ത് വെച്ചാൽ പോരെ. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. both, few, many, others and several. ഓക്കെ, അപ്പോൾ നമുക്കിനി എക്സാമ്പിൾസ് നോക്കാം. അതിൻ്റെ both are guilty. ഓക്കെ, both are guilty. both എന്താണ്, പ്ലൂറൽ ആണ് അല്ലേ. അതുകൊണ്ടാണ് പ്ലൂറൽ വേർബ് കൊടുത്തിരിക്കുന്നത്, ആറല്ല കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത എക്സാമ്പിളിലോട്ട് പോകാം. many people feel that the law should be changed. many people. ഓക്കെ, അത് പ്ലൂറൽ സബ്ജക്റ്റ് ആണ്. ഫീൽ എന്താണ്, പ്ലൂറൽ വേർബ് ആണ്. ഓക്കെ, അപ്പോൾ മെനി വന്നിരിക്കുന്നു. മെനി യൂസ് ചെയ്തത് കൊണ്ടാണ് അത് പ്ലൂറൽ ആയിട്ട് നമ്മൾ കരുതുന്നത്. ഇനി സെവറൽ പെർഫോമൻസ് ആർ ഷെഡ്യൂൾഡ് ഫോർ നെക്സ്റ്റ് വീക്ക്. സെവറൽ വന്നപ്പോൾ എന്തായി, പ്ലൂറലായി. പെർഫോമൻസസ് ഓക്കെ, ആറാണ് വേർബ് ഫോം ആയിട്ട് കൊടുത്തിരിക്കുന്നത്. both of them are coming home tonight. both of them both വന്നിരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താണ് verb form കൊടുക്കേണ്ടത്, സിംഗുലർ ആണോ പ്ലൂറൽ ആണോ, പ്ലൂറൽ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് 5 റൂൾസ് ആണ് പഠിച്ചത്. നമുക്ക് 5 റൂൾസിന്റെ പേരുകളൊന്ന് വെറുതെ ജസ്റ്റ് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ പേരുകളൊന്ന് കോർണർ സ്റ്റോൺ റൂൾ എന്ന് പറഞ്ഞ ബേസ് റൂൾ, സിംഗുലർ സബ്ജക്ട് സിംഗുലർ വേർബ്, പ്ലൂറൽ സബ്ജക്ട് പ്ലൂറൽ വേർബ്. രണ്ടാമത്തെ ആൻഡ് റൂൾ പറഞ്ഞു. ഓക്കെ,
വ്യത്യസ്തമായ സബ്ജക്റ്റ് വരുന്നു, ആൻഡ് റൂൾ കൊടുക്കുന്നു. അപ്പോൾ എന്താണ്, പ്ലൂറൽ വേർബ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മൂന്നാമത് നമ്മൾ പറഞ്ഞു മെയ്ഡ് ഫോർ ഈച്ച് അതർ ആൻഡ് റൂൾ ആണ് അല്ലേ. അത് മെയ്ഡ് ഫോർ ഈച്ച് അതർ ആകുമ്പോൾ സിംഗുലർ വേർബ് ഫോം ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസിൽ എവ്രിബഡി, എവ്രിതിങ്, സംതിങ്, എവ്രി വൺ അങ്ങനെയുള്ള കുറച്ച് കോമ്പിനേഷൻ്റെ റൂൾ പറഞ്ഞു. കൂടാതെ ഹിയർ ആൻഡ് ദെയർ റൂൾ പറഞ്ഞു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഇൻഡെഫിനിറ്റ് പ്രോനൗൺസിൽ തന്നെ 5 എണ്ണം പ്ലൂറലായിട്ട് മാത്രം ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് 5 വ്യത്യസ്തമായ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റിൻ്റെ റൂൾസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ക്ലാസ്സുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണ്, വളരെ യൂസ്ഫുൾ ആണ്. അത് കാരണം എല്ലാവരും ഈ നോട്ട്സ് ഒക്കെ അങ്ങോട്ട് എഴുതിയെടുക്കുക, ഈ എക്സാമ്പിൾസ് വെച്ച് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ, ബാക്കി റൂൾസുമായി അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.